ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. കാരണം നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് ആളുകൾക്ക് ഈ പാകിസ്ഥാനോട് പ്രേമം അല്ലെങ്കിൽ പാകിസ്ഥാനോട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരു ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ആരെങ്കിലുമൊക്കെ വണ്ടിക്കൂലിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോകാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി. നമ്മുടെ കൂട്ടത്തിലൊന്നും അല്ല, സംഘപരിവാറിൻ്റെ നമ്മുടെ വിശകല ചേച്ചി. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു വീഡിയോ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എന്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനം. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എന്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം. ഇപ്പോ മറ്റൊരാളും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച് 8 നിലയിൽ പൊട്ടിപ്പോട്ടുള്ള നമ്മുടെ ഏട്ടനില്ലേ, ഏട്ടൻ്റെ മറ്റൊരു വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലാണ്. കുട്ടിക്കാലത്ത് പാടത്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരുമ്പോൾ ഈ ചേട്ടായിയുടെ അച്ഛനും അമ്മയും ഈ മുറ്റത്ത് കുഴി കുഴിച്ചിട്ട് അതിനകത്ത് വാഴയില വെച്ചിട്ട് കഞ്ഞി കോരി ഒഴിച്ചു കൊടുക്കും. അത് കോരി കുടിക്കുന്ന അവരെ കാണുമ്പോഴത്തേക്ക് എന്ത് രസമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ചേട്ടനില്ലേ, ആ ചേട്ടനും പാകിസ്ഥാനികളോടും പാകിസ്ഥാനോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ടാണ്. പക്ഷെ ഇവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിലൊരു കമൻ്റ് ഇട്ടാൽ അവൻ ഉടനെ രാജ്യദ്രോഹി, അവൻ ഉടനെ വർഗീയവാദി. നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, ഈ പാകിസ്ഥാന് ഈ കഴിഞ്ഞ നമ്മുടെ ഈ സിന്ദൂർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-50-ലേറെ രാജ്യസ്നേഹികളെ പിടിച്ചായിരുന്നു. അതിനകത്ത് ഒരൊറ്റ ഒരുത്തനും മുസ്ലിം പേരില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഒരു വ്ളോഗർ ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ചേച്ചി, അങ്ങനെ അതുപോലെ കുറേ എണ്ണം. അതായത് നമ്മുടെ ഗവൺമെൻറ് തലങ്ങളിൽ ജോലിയുള്ള ഈ രാജ്യസ്നേഹികളായിട്ടുള്ള ഇവരുടെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. ഇവരൊന്നും രാജ്യദ്രോഹികളല്ല. സത്യത്തിൽ എനിക്ക് ചേട്ടൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ചിരിയാണ് വന്നുപോയത്. നിങ്ങളെന്തായാലും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. കണ്ടതിന് ശേഷം നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടന് നിങ്ങൾ തന്നെ മറുപടി കൊടുക്കുക കേട്ടോ. കൃഷ്ണകുമാർ ഏട്ടൻ്റെ മകള് പറഞ്ഞൊരു സംഭവം, വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ നിന്ന് ഉയരുന്ന രാവിലത്തെ ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് എന്തോ ഭയങ്കര അരോചകമായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടതൊക്കെ കണ്ടായിരുന്നല്ലോ. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ആലോചിച്ചു പോവാ, നമ്മുടെ മിത്രങ്ങളുണ്ടല്ലോ, മിത്രങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും അഭിപ്രായം പറയത്തില്ലെന്നേ. കാരണം അവരുടെ ഭാഗമാണല്ലോ ഇവരെല്ലാവരും. എന്താണേലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളിതിന് കൃത്യമായിട്ടൊരു കമൻറ്റ് കൊടുക്കണം. നമുക്ക് ഏട്ടൻ പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം. വാ. ഞാൻ ഒരിക്കൽ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് കുറച്ച് ദൂരം ടാക്സി എടുത്ത് പോകുമല്ലോ. അങ്ങനെ ടാക്സിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു പത്താൻകാരനായ പാകിസ്ഥാനിയാണ് വണ്ടി ഓടിച്ചത്. അബ്ദുള്ള നമ്മുടെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ അത്ര ഹിന്ദിയിൽ എനിക്ക് അത്ര ഫ്ലുവന്റ് അല്ല ഹിന്ദി സംസാരിക്കും. എങ്കിലും യാത്രയിൽ വളരെ ഈസിയിൽ ഒരു ഭാഷ യാത്ര ചെയ്യുമല്ലോ. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെന്ന് നിർത്തണം. ഫ്യൂൾ സ്റ്റേഷൻ പെട്രോൾ ഒഴിക്കാനൊക്കെ നിർത്തുമ്പോഴത്തേക്ക് അവിടെ റെസ്റ്റോറന്റ് ഉള്ള സ്ഥലത്ത് എല്ലാ സ്റ്റേഷനും അങ്ങനെയാണല്ലോ. അപ്പൊ ഒരിടത്ത് ഇറങ്ങി അന്ന് രാവിലെ ദിവസമായിരുന്നു. ധാരാളം മലയാളികൾ വന്നു. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഈ ഡ്രൈവർ തന്നെ ഫോട്ടോ എടുത്തു തന്നു. അപ്പോഴേക്കാളും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അകത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ എന്തോ കഴിച്ചു. ഞാൻ ആലോചിച്ചു പുള്ളിക്കും വാങ്ങിച്ചേക്കാം, ഒരു കോഫിയും വാങ്ങിച്ച് ഞാൻ വന്നു. വണ്ടി കുടിച്ചിട്ട് പോവാം. കുടിക്കുന്ന സമയത്ത് എന്നോട് പുള്ളി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആക്ടറാണ്. ഞാൻ അറിഞ്ഞതാണ്. ഞാൻ ആൾക്കാരോട് ചോദിച്ചത് ആരാണ്? അപ്പൊ കൃഷ്ണ കുമാർ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതെ. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങള് മലബാറീസും ഞങ്ങളോട് മലയാളികൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അവരെ ഒന്ന് സംസാരിക്കാം. പിന്നെന്താ അങ്ങനെ ഞാൻ യാത്രക്കിടെ തന്നെ പുള്ളി ഫോൺ വിളിച്ചു. മലയാളികളായ പലർക്കും പറഞ്ഞു. അവർക്കത് വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോയി. അപ്പൊ അയാൾ ഇങ്ങനെ പാകിസ്ഥാനി എന്റെ വീട്ടിൽ വേണം. നിങ്ങളുടെ മലയാളി നടന്മാരുണ്ട്, ഇവരൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. പിന്നെ ഹിന്ദി ബോളിവുഡ് ആക്ടേഴ്സിനെ പറ്റി ആ ഒരു യാത്ര വണ്ടി വിട്ടു. വേറെ വണ്ടി പലരും വൈകുന്നേരം തിരിച്ചു പോകും. ആ യാത്ര പഠിച്ചെന്ന് നമ്മുടെ ഒരു ധാരണയാണ് ഇരു രാജ്യങ്ങളും വലിയ ശത്രുതയിലാണ്. ആക്ച്വലി അത് മേ ബി അത് രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിൽ ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ 2 യുദ്ധം കഴിഞ്ഞവരാണ്, 2 അല്ല 3ാമത് കാർഗിലും കഴിഞ്ഞു. ശരിക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ
നല്ല നല്ല ആൾക്കാർ ഇതിനിടയിൽ വന്നു ചേരാമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു നല്ല മിഡിൽമെന്മാരുണ്ടെങ്കിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തിൽ പോകാൻ കഴിയും. രണ്ട് രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് അത് കാരണവും ഇത് ഈ ഒരു യാത്രയിൽ നിന്ന് പഠിച്ചത്. അപ്പം ഇത് ഞാൻ പലരോടും പറയുമ്പോൾ അവർ പറയുന്നത്, ഷമാറെ ഞങ്ങളിവിടെ എല്ലാവരുമായിട്ട് ഒത്തുപോകുന്നതല്ലേ, ഇവിടെ ഒരു പ്രയാസവും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. നമ്മൾ മലയാളിയായിട്ടും വഴക്കൂടും, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റുകാരനായിട്ട് വഴക്കൂടും, അതുപോലെ ചിലപ്പോൾ ഒരു പാകിസ്ഥാനായിട്ട് വഴക്കൂടും. അല്ലാതെ ഒരു പാകിസ്ഥാനിയും സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ ഒരു പ്രശ്നവുമില്ലെന്ന് ആ ഒരു യാത്രയിലൂടെ ഞാൻ പഠിച്ചെടുത്തു. ഈ വിഷകല അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇതെന്ത് കുട്ടിക്കളിയാണോ തോന്നിപ്പോകും. കാരണം നിസ്കാരത്തിന് മുമ്പ് വുളു എടുക്കുമ്പോൾ കൈ ആദ്യം കഴുകണോ, ചെവി ആദ്യം, ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ് അവർ വിതർക്കങ്ങൾ നടത്തുക. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ ചിലർക്ക് ഭയമാണ്. കാരണം അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിഷകലയാവുന്നത്. ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതങ്ങ് അവഗണിച്ച് വിട്ടാൽ മതി. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ചാക്ക് കെട്ടിയിട്ടാണെങ്കിലും 2 സ്ത്രീകളെ സന്നിധാനത്ത് കൊണ്ടുപോയി യുവതീ പ്രവേശനം നടത്തി എന്ന അഹങ്കാരത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഞങ്ങൾ എന്തൊക്കെ മറന്നാലും അത് മറക്കില്ല. ആട്ടം കെട്ടിയോണ്ട് ആട്ടിൻതോലിട്ടുകൊണ്ട് ചെന്നായ ഒരിക്കലും ആടാവില്ല. ഹിന്ദുക്കളും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരണം. ഇവിടെ ഐക്യമില്ല എന്ന് എപ്പോഴെങ്കിലും ടീച്ചറിന് തോന്നിയിട്ടുണ്ടോ? കാരണം മതവും പ്രണയവും തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. പ്രണയിക്കുന്നവർക്ക് കണ്ണു മൂക്കൂല്ല എന്നാ പറയുക. കാരണം അപ്പം ഒന്നും തിരിച്ച് യാഥാർത്ഥ്യ ബോധം അംഗീകരിക്കാതെ അവിടെ എങ്ങനെയാ മതം കയറി? இந்த കഥ നിങ്ങൾ എപ്പോഴാவது കേട്ടിരിക്ക? ഇതെങ്ങാനും വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് പറയുന്നതെങ്കിൽ പിന്നെ നമ്മുടെ മിത്രങ്ങൾ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് മെഴുകി പറഞ്ഞുതരാം. കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് അണ്ണൻ ഈ ചാണകം ചവിട്ടുന്നതിന് മുമ്പങ്ങാനുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം അണ്ണനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അണ്ണൻ ഇതിന് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളല്ലേ. അപ്പോൾ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ഏതാ നമ്മുടെ വിശാല ചേച്ചി. വിശാല ചേച്ചി പറയുന്നത് എൻ്റെ പൂർവികന്മാരുടെ പല സംഭവങ്ങളും ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട്, അതുകൊണ്ട് എനിക്ക് പാകിസ്ഥാനിൽ പോകാൻ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ പൂർവികന്മാരുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് വണ്ടിക്കൂലിയൊക്കെ ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി അവിടെ പോയി ഇതൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് തിരിച്ചു വരും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എത്ര ബുദ്ധിമാനാണെങ്കിലും അവനിനി എത്ര വലിയവനാണെങ്കിലും കൊള്ളാം, ചാണകം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ചവിട്ടിയാൽ ആ സ്പോട്ടിൽ ആ സെക്കൻഡിൽ തലയുടെ ഫിലമെന്റ് അടിച്ചു പോകും. പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ ചാണകത്തിലെ പുഴുക്കൾ നുളയ്ക്കുന്നതാണൊക്കെ. ഇത്രയേ ഉള്ളൂ ഇവര്. എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ആയതുകൊണ്ട് സംഘപരിവാറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തള്ളിപ്പറയും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം തിരിച്ച് വേറെ രീതിയിലായിരിക്കും ഇവരെല്ലാം പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നല്ല ഞെരിപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് ഇട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ കൃഷ്ണകുമാരൻ ചേട്ടർക്ക് നല്ലൊരു കയ്യടി. അടുത്ത വീഡിയോ കാണാം.